നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല ബിരിയാണി റെസിപ്പി കാണിക്കാം കേട്ടോ. അതിൻ്റെ ഉമ്മാൻ്റെ റെസിപ്പി കേട്ടോ. ഇന്ന് ഒരുപാട് മസാലപ്പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റുള്ള ബിരിയാണി കാണിക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വലിയുള്ളി, പച്ചമുളക് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. ഞങ്ങൾ 1.5 കിലോ റൈസും 2 കിലോ ചിക്കനും ഇട്ടെടുത്തിട്ടുള്ള അതിക്കുള്ള അളവാട്ടത്. പിന്നെ ഒരു 7 വലിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തക്കാളി ഒരു 6 വലിയുള്ളി തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, അത് കട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്നട്ട് റൈസസും വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ, ഉള്ളിയിലിട്ടിട്ട്. പിന്നെ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ആദ്യം ചെയ്യണ്ട കേട്ടോ. അത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ചിക്കൻ മസാല ഇട്ടിട്ട് ആദ്യം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മസാല എല്ലാം വഴറ്റി വരുമ്പോൾ ഇതിക്ക് ആകെ ചേർക്കുന്ന പൊടി എന്ന് പറയുന്നത് കുരുമുളക് പൊടി, അതുപോലെ ഗരം മസാല മാത്രം കേട്ടോ. നല്ല വഴറ്റി വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ടെടുത്തു. പിന്നെ ഒരു 3 ലെമൺ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആക്കി കൊടുത്തു. കുറച്ച് തൈര് ഒഴിച്ചെടുത്തു. അതൊക്കെ നല്ലോണം മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മളിതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ആഡാക്കി കൊടുക്കുക കേട്ടോ. ചിക്കൻ ആഡാക്കിയിട്ട് നല്ലോണം അത് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. മസാലയും ചിക്കനും കൂടി നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക ആദ്യം. പിന്നെ അത് കുറച്ച് നേരം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. കുക്കറിലാണ് ബിരിയാണി വെക്കുന്നത് കേട്ടോ. ഞങ്ങൾ പൊതുവേ കുക്കറിലാണ് എൻ്റെ വീട്ടിൽ വെക്കൽ. വലിയ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ വെപ്പിക്കൽ, അല്ലെങ്കിലൊക്കെ ഞങ്ങൾ അധികം കുക്കറിൽ തന്നെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കൽ. അപ്പോൾ അത് നല്ലോണം മിക്സ് ആക്കിക്കാണ്ട് അതിലേക്ക് പിന്നെ കുറച്ച് മല്ലി പുതിന ആഡാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് നല്ലോണം മിക്സാക്കി കൊടുക്കണ്ടേ. അപ്പോൾ മസാലകൾ എല്ലായിടത്തേക്കും ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നുണ്ടോ. ഈ മിക്സിങ്ങാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് എനിക്ക് തോന്നുന്നത്. നല്ലോണം മസാല ചിക്കൻ ഇതിൽ മിക്സ് ആക്കിയിട്ട് നല്ല സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാ ഭാഗത്തേക്കും ഓൾമോസ്റ്റ് എത്തിക്കണം. ഇനി അത് നമ്മൾ കുറച്ച് നേരം അടുപ്പത്ത് വെച്ച് വേവിക്കണം കേട്ടോ. പിന്നെ കുക്കറിൽ ഒറ്റ വിസിലടിക്കുന്നുണ്ട്, വെന്ത് കിട്ടും. മസാലയൊക്കെ റെഡി ആയിട്ട് മിക്സ് ആക്കിയിട്ട് അപ്പോൾ കുറച്ച് നേരം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറച്ച് നേരം വേവിക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ നമ്മൾ ഇതിലേക്കുള്ള റൈസ് ഉണ്ടാക്കുക കേട്ടോ, വേവിക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോറാക്കിയിട്ടാണ് വെക്കുന്നത്. കുറച്ച് ഗീ ഒഴിച്ചിട്ട് അതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന തോതിലിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പിന്നെ സ്പൈസസുകൾ ആഡാക്കിയിട്ടുണ്ട്. റൈസ് ഏകദേശം വെന്ത് വന്നു. നല്ലോണം വന്നിട്ട് ചോറ് വേറെ വേറെ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 3/4 വേവാകുമ്പോൾ നമ്മളിത് എടുത്തിട്ട് പിന്നെ മസാലൻ്റെ മേലെ ഓരോ ലെയറായിട്ട് ഗാർണിഷ് ചെയ്തിട്ട് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ഉള്ളിയും കാഷ്നട്ട് റൈസും ഇതാക്കിയിരുന്നില്ലേ, റോസ്റ്റ് ആക്കിയിരുന്നല്ലോ. അതുപോലെ ഓരോ ലെയറിൽ അതും കുറച്ച് ചിക്കൻ ബിരിയാണി മസാലയും പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനൻ്റെ ഇല ഇട്ടിട്ടാണ് ഗാർണിഷ് ചെയ്യണം കേട്ടോ. ഇട്ട് കഴിഞ്ഞ് ലാസ്റ്റ് കുറച്ച് ഗീ ഒഴിച്ച് പിന്നെ ഒറ്റ വിസിൽ അടുപ്പിക്കുക കേട്ടോ റൈസ്. അത് കഴിഞ്ഞ് അതിൻ്റെ വിസിൽ എയർ പോയി കഴിയുമ്പോൾ നമ്മൾ റൈസ് ഓപ്പൺ ആക്കി മിക്സ് ചെയ്തിട്ടോ. നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഒരുപാട് മസാല ഒന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.